തഫ്സീറുകളിലും അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഒരു നിവേദനം വായിക്കാൻ സാധിക്കും. വിശുദ്ധ മദീനയിലാണ് ഈ വചനങ്ങളുടെ അവതീർണത. മദീനയിലെ യഹൂദന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അന്ന് യഹൂദ നേതാക്കളായ റാഫി ഇബ്നു ഖാരിജയും മാലിക് ഇബ്നു ഔഫും ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തോട് പ്രതികരിച്ചത് ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊക്കെ ആദർശത്തിൽ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ അവരെ അതിൽ പിൻപറ്റിക്കൊള്ളാം എന്നാണ്. ഫഹും കാനു ഖൈറൻ വ അലമ മിന്ന, ഞങ്ങളുടെ പിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ ശ്രേഷ്ഠരായിരുന്നു, ഞങ്ങളെക്കാൾ ജ്ഞാനികളുമായിരുന്നു. ഇത് റാഫിയും മാലിക്കും പറഞ്ഞപ്പോൾ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഈ വചനം അവതരിപ്പിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ പൂർവ്വപിതാക്കളെ അനുകരിക്കുക എന്നുള്ളതും പാരമ്പര്യവും പൈതൃകവും പറഞ്ഞ് ഞങ്ങൾ കാക്കക്കാരണവന്മാരെയും മുൻഗാമികളെയും വിട്ടൊഴിഞ്ഞ് നിങ്ങളിലേക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവണത അതിപ്പറയപ്പെട്ടവരുടെയൊക്കെയാണ്. പിടിവാശിയിൽ ചില വിഷയങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ദർശിക്കാമെങ്കിലും അസത്യത്തിൻ്റെ വക്താക്കൾ എന്നും മുറുകെ പിടിക്കുന്ന അവരുടെ അവലംബവും ആദർശവുമാണ് കാക്കക്കാരണവന്മാരും പൂർവ്വപിതാക്കളും പാരമ്പര്യവും പൈതൃകവുമൊക്കെ. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ആ വിഷയത്തിൽ എല്ലാവരേക്കാളും മുൻപന്തിയിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അവരോട് പറയപ്പെട്ടാൽ ഇത്തബിഉ നിങ്ങൾ പിൻപറ്റൂ എന്ന്. എന്തിനെയാണ് അവർ പിൻപറ്റേണ്ടത്? മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതെല്ലാം. അവിടെ മാ എന്നാൽ ഇസ്മു മൗസൂലയാണ്. അപ്പോൾ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെല്ലാം എന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശ്വാസകാര്യങ്ങൾ, ആരാധനകൾ, മൊഴികൾ, പ്രവൃത്തികൾ, വാക്കായി, ചര്യയായി, ആദർശമായി ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ഇതെല്ലാം പിൻപറ്റണം എന്ന് പറയപ്പെട്ടാൽ ഖാലു, അവർ പ്രതികരിക്കും ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന. ആ പ്രതികരണം അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ്, ഔദത്യ മനസ്ഥിതിയിലാണ്. ഇവിടെ പ്രയോഗിക്കപ്പെട്ട ബൽ അതിനെക്കുറിച്ച് പറയൽ ലിൽ ഇദ്റാബിൽ ഇബ്താലി എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ഞങ്ങൾ പിൻപറ്റിയില്ല, ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളുടെ പിതാക്കളെ ഏതൊരാദർശത്തിൽ കണ്ടോ അതിനെയാണ്. അപ്പോൾ ഈ ബൽ എന്നുള്ളത് അറിയിക്കുന്നുണ്ട് ഈ പ്രതികരിക്കുന്നവരുടെ അഹങ്കാരത്തെയും അഹന്തയെയും. അവരുടെ അഹങ്കാര ഭാഷ്യം നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയതെല്ലാം ഞങ്ങൾ പിൻപറ്റും എന്നാണ്. മാ അൻസലല്ലാഹ്, അതിനെ പിൻപറ്റൂ എന്ന് പറയുമ്പോൾ മാ അൽഫൈന, ഞങ്ങൾ കണ്ടെത്തിയതിനെയെല്ലാം, ആ പിതാക്കളുടെ ആദർശം, ആ പിതാക്കളുടെ ചര്യകൾ, ആ പിതാക്കളുടെ മൊഴികൾ, ഇതൊക്കെ ഞങ്ങൾ പിൻപറ്റും. ഇങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിൽ ആദർശമായി, ആരാധനകളായി, വാക്കുകൾ, പ്രവൃത്തികളായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉദ്ദേശമാണ്. അത് ഞങ്ങൾ പിൻപറ്റില്ല. ബൽ, ഞങ്ങൾ പിൻപറ്റുന്നത് മാ അൽഫൈന അലൈഹി ആബാഅന എന്നാണ് അവർ പറയുക.